ഹലോ, ഇത് ഉത്സവത്തിൻ്റെ മൂന്നാം ദിവസം, അതായത് മാലപ്പുറം പാട്ട്, ദേവിയുടെ കല്യാണ ദിനം. ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എൻ്റെ കസിൻ്റെ ആണ്, എൻ്റെതല്ല. നമ്മുടെ അമ്പലത്തിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ദേവിയുടെ കല്യാണ ദിവസം ഒരുപാട് ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ വെച്ചിരിക്കും. ഫ്രൂട്ട്സും സ്വീറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വെക്കുമായിരുന്നു. ആൻഡ് ഇപ്രാവശ്യം പഴക്കുല മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ആൻഡ് ഓൾസോ അതിൻ്റെ കൂടെ കുറേ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് മൈ ചൈൽഡ്ഹുഡ് ബെസ്റ്റി, സൂര്യ എന്നാണ് കേട്ടോ പേര്. ആളും ഞാനും കുഞ്ഞില് മുതലേ ഭയങ്കര ഫ്രണ്ട്സാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ദേവിയുടെ കല്യാണം കൂടാനായിട്ട് ചടങ്ങുകളൊക്കെ കാണാനായിട്ട് വന്നേക്കുവാണ് കേട്ടോ എല്ലാവരും. ഞാൻ പിന്നെ മെയിനായിട്ട് അവിടെ കറങ്ങി നിന്നത് എനിക്ക് അവിടെ നിന്ന് വല്ല ഫ്രൂട്ട്സോ സാധനങ്ങളോ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് കേട്ടോ. പക്ഷെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോഴേക്കും അതിൻ്റെ ഉടമസ്ഥർ, അതായത് വിളക്ക് നടത്തിയ ആൾക്കാരൊക്കെ അതൊക്കെ എടുത്തിട്ട് പോയി കേട്ടോ. ആൻഡ് ഇത് നമ്മുടെ തോറ്റമ്പാട്ട് വാഴുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന മുണ്ടാണ് കേട്ടോ. അത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ആൻഡ് ഇതിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ദേവിയുടെ കല്യാണത്തിൻ്റെ സമയം ആവാറായി, അതുകൊണ്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ദേവിയുടെ കല്യാണ ദിവസം താലപ്പൊലി കൂടെ ഉണ്ട് കേട്ടോ. കുഞ്ഞു മക്കളുടെ താലമൊക്കെ പിടിച്ച് അവരുടെ അമ്മമാർ കൂടെ നടക്കും കേട്ടോ. ലാസ്റ്റ് ദിവസമാണ് സാധാരണ എല്ലായിടത്തും താലപ്പൊലി വെക്കുന്നത്. ഇവിടെയും ലാസ്റ്റ് ദിവസവും ദേവിയുടെ കല്യാണത്തിൻ്റെ അന്നും താലപ്പൊലി ഉണ്ട് കേട്ടോ. അങ്ങനെ ചടങ്ങ് നടക്കുന്ന സമയത്ത് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മഴ പെയ്തു കേട്ടോ. മഴ പെയ്ത സമയത്ത് എല്ലാവരും കമ്മിറ്റി ഓഫീസിൽ കയറിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് നല്ല മഴയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ കഴിഞ്ഞു, എല്ലാവരും ഇറങ്ങിപ്പോയി. ദീപാരാധന ടൈമായിരുന്നു, എല്ലാവരും തൊഴുതു. പക്ഷെ ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. അപ്പോഴും എൻ്റെ നോട്ടം എല്ലാം ഈ ഫ്രൂട്ട്സിലായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ. അപ്പോഴേക്കും എൻ്റെ അമ്മ സാധനം ഇട്ട് വന്നു. ആൻഡ് ഞാൻ ഇതാ എടുത്തേ. ആൻഡ് ഇപ്പോൾ ഇവിടെ ദിവസവും രാത്രി ലഘുഭക്ഷണം കിട്ടും കേട്ടോ, അതായത് സായാഹ്ന ഭക്ഷണം. ഞാൻ വീട്ടിൽ നിന്ന് ഓൾറെഡി കുറച്ച് കഴിച്ചിട്ടാണ് വന്നത്, എന്നാലും നമ്മൾ വിടാൻ പാടില്ലല്ലോ. കഴിച്ചതിന് ശേഷം പരിപാടി ഉണ്ടായിരുന്നു, കൈകൊട്ടിക്കളിയായിരുന്നു. ആൻഡ് 10:30 പരിപാടിയെല്ലാം കഴിഞ്ഞു. അതിനുശേഷം വിളക്കുണ്ടായിരുന്നു. വിളക്കിന് ഞാൻ നിന്നില്ല, എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാനൊരു 11 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഞാൻ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവും. അങ്ങനെ വിളക്ക് തുടങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ ഞാൻ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ശരിയാണ്.